3 പാസഞ്ചറുള്ള ഓട്ടോറിക്ഷയ്ക്കകത്ത് 8 പാസഞ്ചർ കയറി പോയി കഴിഞ്ഞാൽ 3 പേർക്ക് അതിനകത്ത് കവറേജ് ഉള്ളൂ. ഇൻഷുറൻസ് കമ്പനി എപ്പോഴും കണ്ടീഷൻ എടുക്കും. ഗുഡ്സ് ആട്ടോയ്ക്കകത്ത് യഥാർത്ഥത്തിൽ ഗുഡ്സേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇവിടെ എങ്ങനെയാണ് 2 ചാക്ക് സിമെന്റും കയറ്റിയിട്ട് 5 പേരും കൂടെ എന്റെ ബാക്കിൽ കാണും. അവർക്ക് കവറേജ് ഇല്ല അതിനകത്ത്. അപ്പൊ ഇങ്ങനെ ഓരോ ക്ലാസ് ഓഫ് വെഹിക്കിളിനും അതിനകത്ത് ആർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ള ആ പോളിസിക്കകത്ത് തന്നെ കാണും. അതിൽ എക്സ്ട്രാ വന്നിട്ടുള്ള ആൾക്കാരെ കവർ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ആക്സിഡന്റ് നടക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുക? പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഏറ്റവും വലിയ ദുരിതം. ഇപ്പൊ KSRTC ഇരിക്കുന്നത്. KSRTC ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു ക്ലയന്റ് നമ്മളെടുത്ത് വരികയാണെങ്കിൽ ഞങ്ങളൊരു 8 വർഷം പറയും. കാരണം KSRTCയെ സംബന്ധിച്ച് നമ്മൾ ഈ രാജ്യത്തെ എല്ലാ നിയമവും പറയുകയാണെങ്കിൽ ഈ നിയമം ഒന്നും പാലിക്കപ്പെടാതെ റോഡിൽ കൂടെ ഓടുന്ന ഒരു വാഹനമാണ് KSRTC എന്ന് പറയുന്നത്. ഫിറ്റ്നസ് ഇല്ല, പെർമിറ്റ് ഇല്ല, വേറെ ഒന്നുമില്ല. ഇന്ന് വരെ ഏതെങ്കിലും ഒരു KSRTCക്ക് ഓവർ സ്പീഡിങ്ങിന് ഫൈൻ അടിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരടയ്ക്കണമെന്നുള്ള ഒരു ചോദ്യമാണ്. രണ്ടാമത് ആരെങ്കിലും അടയ്ക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആർക്ക് ഫൈൻ വരുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. എനിക്കറിയില്ല അത്. അതിനേക്കാളും രസകരമായ സംഭവം ഇപ്പൊ KSRTC ബസ് ഇരിക്കുന്നത്. KSRTCയിലെ ലോ ഫ്ലോർ ബസ്സുകളും അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റുകളും ഒക്കെ ഓൾറെഡി ഇൻഷുർഡ് ആണ് പലതും. എന്നാൽ അത് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ട് റിന്യൂവൽ പോകാറുള്ളൂ. ഈ KSRTCയിൽ അപകടം പറ്റുന്ന വ്യക്തികൾ 4-4.5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ കോടതിയിൽ നിന്നൊരു വിധി കിട്ടും. വിധി കിട്ടിയാൽ വീണ്ടും 3 വർഷത്തോളം എടുക്കും അവരുടെ പേയ്മെന്റ്. കാരണം EP ഒക്കെ ഫയൽ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ബസ് അറ്റാച്ച് ചെയ്തൊക്കെ ഇട്ടതിന് ശേഷമായിരിക്കും ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് പൈസ കിട്ടുന്നത്. അതുകൊണ്ട് ഇടുക്കിയാണെന്നുണ്ടെങ്കിൽ KSRTC ബസ് തട്ടാനേ പാടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ചിലർ വരുമ്പോ ചരിത്രം വഴിമാറുമെന്ന് പറഞ്ഞത് വഴിമാറിയേ പറ്റൂ. വഴിമാറിയില്ല നമ്മൾ ചരിത്രമാവുന്നു.